എല്ലാവർക്കും നമസ്കാരം. ഫൗണ്ടേഴ്സ് ഫോർമുലയുടെ 8ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് രസകരമായൊരു കഥ നിങ്ങളോട് പറയാം. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ നമുക്ക് നല്ലൊരു എക്സ്പെർട്ടൈസും അതില്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ നല്ല പ്രൊജക്റ്റുകളും നമ്മുടെ മുന്നിലുള്ളപ്പോഴാണ് കൊച്ചിയിലെ തന്നെ ഒരു പ്രമുഖ കോളേജ് സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ്, ആ കോളേജിലെ സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ ഒരു റീവാമ്പിംഗ് എൻക്വയറി നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. സത്യത്തിൽ ബാംഗ്ലൂരുള്ള 3 പ്രൊജക്ട്സിൻ്റെ ടെക്നിക്കൽ കൺസൾട്ടൻസി, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വേറൊരു ഏജൻസിയാണ് നമ്മൾ ത്രൂ ചെയ്തത്. അതല്ലാതെ സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ ഒരു സ്ട്രോങ് പ്രൊജക്റ്റ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടില്ല. അത്ര വലിയൊരു ഗ്രൂപ്പ് നമ്മളിലേക്ക് ഒരു എൻക്വയറിയുമായിട്ട് വന്നപ്പോൾ നമ്മൾ അവിടുത്തെ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുകയും തിയററ്റിക്കലി ആ സിസ്റ്റത്തിൽ എന്ത് ചേഞ്ചസ് കൊണ്ടുവന്നാൽ അവിടെ റിസൾട്ട് ഉണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ച് നമ്മളൊരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തു. പക്ഷേ ആ പ്രപ്പോസൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അതിന് 2-3 റീസൺ. ഒന്ന്, ഈ മേഖലയിൽ വലിയ പ്രൊജക്റ്റുകൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളൊരു സ്ഥാപനമായിരുന്നില്ല നമ്മളുടേത്. രണ്ടാമത്, അത്രയും വലിയൊരു ഗ്രൂപ്പ് ബാംഗ്ലൂർ, ചെന്നൈ പോലെയുള്ള മെട്രോ സിറ്റീസിൽ ക്യാമ്പസുകളുള്ള ഒരു കോളേജിനെ സംബന്ധിച്ച് ആ കോളേജിൻ്റെ കൺസൾട്ടൻസി ചെയ്തിട്ടുള്ള സിസ്റ്റത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ അത്ര ഈസി ആയിരുന്നില്ല. ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്തത് ആ പ്ലാന്റ് കംപ്ലീറ്റ്ലി കെമിക്കൽ ട്രീറ്റ്മെൻറ്റിലൂടെ ആയിരുന്നു അന്ന് ഡിസൈൻ ചെയ്തിരുന്നത്. നമ്മൾ അവിടെ ചെന്ന് ഓഡിറ്റ് നടത്തുമ്പോൾ നമ്മൾ അതിനെ സ്റ്റഡി ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഡിസൈൻ ഓൾട്ടറേഷനാണ് സജസ്റ്റ് ചെയ്തത്. ആ സമയത്ത് കോളേജിൻ്റെ ഡീനും അതേപോലെ തന്നെ അതിൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റിലുണ്ടായിരുന്ന ഒരു ക്യാപ്റ്റൻ സിറിയക്, അദ്ദേഹമായിട്ടായിരുന്നു ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ലേസൺ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് നമ്മളുടെ കൺസെപ്റ്റും നമ്മളുടെ ബിസിനസ്സിൻ്റെ എത്തിക്സും അതിനെക്കുറിച്ചൊക്കെ കൃത്യമായൊരു ധാരണ ലഭിക്കുകയും നമ്മൾ സബ്മിറ്റ് ചെയ്ത പ്രപ്പോസലിൽ അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുകയും അദ്ദേഹം മാനേജ്മെൻറ്റിന് ഒരു വാക്ക് കൊടുത്തു. നോർത്താംസ് തന്നിട്ടുള്ള പ്രപ്പോസലുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് പേഴ്സണലി അദ്ദേഹം അത് ടേക്ക് കെയർ ചെയ്യുക, അദ്ദേഹത്തിനൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളൊരു സജഷൻ്റെ ബേസിൽ നമുക്കതിനൊരു അപ്രൂവൽ ലഭിക്കുകയും വളരെ ചെറിയൊരു എമൗണ്ട് കൊണ്ട് ആ കോളേജിനെ സംബന്ധിച്ച് അതൊരു അവരുടെ ബഡ്ജറ്റിനകത്ത് പോലും കൺസിഡർ ചെയ്യാവുന്ന ഒരു എമൗണ്ട് ഇല്ല, ഒരു ലെസ് ദാൻ 5 lakhിൻ്റെ ഉള്ളിലൊരു എമൗണ്ടിൽ ആ ഒരു പ്ലാന്റിനെ നമുക്ക് റീവാമ്പ് ചെയ്യുന്നതിനും അതിനെ കംപ്ലീറ്റ്ലി ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അത് കമ്മീഷൻ ചെയ്ത് വിത്തിൻ 1 മന്തിനുള്ളിൽ നമുക്ക് ആസ് പെർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്ന സ്റ്റാൻഡേർഡിലേക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും അങ്ങനെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് വലിയ കോൺഫിഡൻസ് ആവുകയും പിന്നീട് 2017 ഏകദേശം ഓഗസ്റ്റ് മുതൽ ഇപ്പോഴും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 2024 അവസാന മാസങ്ങളിലാണ്. ഈ നാളുകളിലും കഴിഞ്ഞ 7-8 വർഷമായിട്ട് ആ പ്ലാന്റിൻ്റെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് നോർത്താംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ക്യാമ്പസിനെ സംബന്ധിച്ച് നോർത്താംസിന് കിട്ടിയ ആദ്യത്തെ ഡയറക്റ്റ് പ്രൊജക്റ്റ് ആയിരുന്നു. ബാംഗ്ലൂർ പ്രൊജക്റ്റുകൾ നമ്മൾ വേറൊരു ഏജൻസിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് അതല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് പോരാം, കുറച്ചുകൂടെ നമ്മൾക്കൊരു കോൺഫിഡൻസ് വേണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡയറക്റ്റ് നമ്മളുടെ ഇനീഷ്യേറ്റീവിൽ ആ വർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും അതിന് നമ്മൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുകയും ചെയ്തപ്പോൾ നമ്മൾക്ക് ക്ലിയറായി നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഡിസൈൻസ് വളരെ പ്രോപ്പർ ആണെന്നുള്ളതും അത് എത്ര വലിയ കോർപ്പറേറ്റ് ആണെങ്കിലും അവർ ചെയ്തിട്ടുള്ള സിസ്റ്റത്തിലാണെങ്കിലും നമ്മൾക്കത് റീവാമ്പിങ്ങിന് നമുക്കത് ഉപയോഗിക്കാമെന്നും റിസൾട്ട് കണ്ടെത്താൻ സാധിക്കുമെന്നും മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പിന്നീട് ആ മേഖലയിൽ ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിനകത്ത് സ്വന്തമായിട്ടൊരു ടീം ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുകയും അപ്പോൾ 2017 ആ റീവാമ്പിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയും ഇന്നും ആ ഒരു ക്ലയൻറ്റ് നമ്മളോടൊപ്പം അതല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്നുകൊണ്ട് നമുക്ക് അവർക്കുള്ള സർവീസ് കൊടുക്കുന്നതിനും ആ ഒരു കോൺഫിഡൻസിൽ നിന്ന് നോർത്താംസ് ഒരു ഓൺ ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡിസൈനിങ് അതല്ലെങ്കിൽ കോസ്റ്റ് എസ്റ്റിമേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ, കമ്മീഷനിങ്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്, ഇങ്ങനെ അത്തരം പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള A to Z ഇൻഹൗസ് ടീമിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെ ഒരു സ്ട്രോങ് ടീം ഇന്ന് നമ്മളോടൊപ്പം നിന്ന് നിരവധി പ്രൊജക്റ്റുകൾ മുന്നോട്ടുള്ള എപ്പിസോഡുകളിൽ ഓരോ പ്രൊജക്റ്റിനെ സംബന്ധിച്ചും നമ്മൾക്ക് വന്നിട്ടുള്ള ഫേസ് ചെയ്തിട്ടുള്ള ക്രൈസിസ് അതല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള ചാലഞ്ചസ് അതെങ്ങനെ നമ്മൾ ഓവർകം ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കി അത്തരം സ്റ്റോറികളെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. അപ്പോൾ എത്ര വലിയ കോർപ്പറേറ്റ് ക്ലയൻ്റ് ആണെങ്കിലും എത്ര വലിയ സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളതെങ്കിലും നമ്മൾക്ക് നമ്മളുടേതായ ഒരു ഡിസൈൻ സജസ്റ്റ് ചെയ്യാനും അതല്ലെങ്കിൽ
നമ്മളുടെ ഒരു എക്സ്പെർട്ടൈസ് അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് യൂട്ടിലൈസ് ചെയ്യുക. അത് നമ്മളുടെ മുന്നിലേക്ക് പുതിയ സാധ്യതകളെ തുറന്നു കിട്ടുകയും നോർത്താംപ്ടനെ സംബന്ധിച്ച് ആ ഒരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടിയ കോൺഫിഡൻസ് ആണ് ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു ടീം ഡെവലപ്പ് ചെയ്ത് ആ ടീമിനകത്ത് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയേഴ്സ്, അതേപോലെ തന്നെ സിവിൽ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, ദെൻ ടെക്നീഷ്യൻസ്, ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു കോൺഫിഡൻസ് ലഭിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് പല അപ്രൂവൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് വരുന്ന എപ്പിസോഡുകളിൽ കൂടുതലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. Northam's leading to zero waste.